നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ DC കൺവേർട്ടർ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കണോ എന്ന് ആലോചിച്ച് നിന്നിട്ടുണ്ടാവും. അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുണ്ട്. നമ്മളെപ്പോഴെങ്കിലും DC കൺവേർട്ടർ ഉപയോഗിക്കണോ അല്ലെങ്കിൽ റെസിസ്റ്റർ ഉപയോഗിക്കണോ എന്ന് ചിന്തിച്ച് നിന്നിട്ടുണ്ടാവും. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് DC കൺവേർട്ടറിൻ്റെയും റെസിസ്റ്ററിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകും. റെസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെസിസ്റ്ററിന് നമുക്ക് ആദ്യം തന്നെ DC കൺവേർട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. DC കൺവേർട്ടറിന് ഒരു വോൾട്ടേജ് കിട്ടുന്നതിന് രണ്ട് തരത്തിലുള്ള DC കൺവേർട്ടർ ഉണ്ടെന്ന് ഞാൻ DC കൺവേർട്ടേഴ്സിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഒരു ബഗ് കൺവേർട്ടറും അടുത്തത് ഒരു ബൂസ്റ്റ് കൺവേർട്ടറും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന ബഗ് ബൂസ്റ്റ് കൺവേർട്ടറും ഉണ്ട്. റെസിസ്റ്ററിൽ കിട്ടാത്ത ഒന്ന് എന്ന് പറയുന്നത് DC കൺവേർട്ടർ വെച്ചിട്ട് രണ്ട് തരത്തിലുള്ള ഏതെങ്കിലും ഒന്നോ വെച്ചിട്ട് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടിയതോ ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറഞ്ഞതോ ആയ വോൾട്ടേജ് ലഭിക്കും. എന്നാൽ റെസിസ്റ്റർ വെച്ചിട്ട് കുറഞ്ഞ വോൾട്ടേജ് മാത്രമേ കിട്ടും ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ. അതാണ് DC കൺവേർട്ടറിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ എഫിഷ്യൻസി. പല കേസിലും 80% മേലെയൊക്കെയാണ് എഫിഷ്യൻസി വരുന്നത്. ഇനി നമുക്ക് റെസിസ്റ്ററിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. റെസിസ്റ്ററിൻ്റെ ലോ കോസ്റ്റ് ആണ്. അടുത്തത് റെസിസ്റ്റർ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെറിയ പ്രോജക്ട്സിലൊക്കെ ഉപയോഗിക്കണം. പക്ഷേ റെസിസ്റ്ററിൽ എക്സസ് ആയിട്ട് വരുന്ന ഇലക്ട്രിസിറ്റിയും ഇത് ഹീറ്റായിട്ടാണ് മാറുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇത് രണ്ടും എവിടെയൊക്കെ ഉപയോഗിക്കാം. DC കൺവേർട്ടർ നമുക്ക് ഹൈ പവർ LEDs ഒക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് നല്ല കറണ്ട് ആവശ്യമുള്ള സർക്യൂട്ടുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കാം. റെസിസ്റ്റർ ലോ കറണ്ട് ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു LED കൊടുക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.